രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ റെഡ് അലർട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ട് തന്നെ പ്രിപ്പയർ ആവണം എന്നുള്ളതാണ്. അപ്പൊ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് അങ്ങ് പറ്റും അല്ലെങ്കിൽ കുഴപ്പം പറ്റും എന്നാണ് റെഡ് അലർട്ടിന്റെ തിയറി. അപ്പൊ റെഡ് അലർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ, നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങൾ, ചരിവുകളിൽ താമസിക്കുന്ന ആളുകൾ, നദീതടങ്ങളിലും പ്രളയതടങ്ങളിലും താമസിക്കുന്നവർ, ഇങ്ങനെയുള്ള വളരെ സേഫ് സോണിൽ അല്ലാതെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ രാത്രി കാലങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തണം. കാര്യം പലപ്പോഴും ഇപ്പോൾ റാന്നിയിൽ ഉണ്ടായതായാലും അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയായാലും പാലയിലായാലും എല്ലാം പാതിരാത്രിയോ വെളുപ്പാങ്കാലമോ ഒക്കെയാണ്. ആളുകൾ നല്ല ഉറക്കം, 3 മണി കഴിയുമ്പോൾ നല്ല ഉറക്കം വരുന്ന സെക്കൻഡ് സ്പെൽ ഉറക്കം വരുന്ന സമയമാണ് ആളുകൾക്ക്. ആ സെക്കൻഡ് സ്പെൽ ഉറക്കം വരുമ്പോഴാണ്, ആഴത്തിൽ ഉറങ്ങുമ്പോഴാണ് ഇതെല്ലാം പലപ്പോഴും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം. ഒന്ന്, അവരവരുടെ വീടിന് അടുത്തുള്ള പ്രദേശങ്ങൾ പഞ്ചായത്തുകാരും ചെറുപ്പക്കാരും എല്ലാം കൂടി ഒന്ന് നോക്കി, യുവാക്കളും ഒക്കെ ആളുകളൊക്കെ നോക്കി മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശമാണോ അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. വീട്ടിൽ ടോർച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഉറപ്പാക്കി വെക്കണം. മൊബൈൽ ഫോൺ കൃത്യമായി നേരത്തെ ചാർജ് ചെയ്ത് വെക്കണം. കാരണം കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഓഫ് ചെയ്യരുത്. കാരണം അടുത്ത ഏതെങ്കിലും വീട്ടിൽ ഒരു വെള്ളത്തിന്റെ ശബ്ദമോ ബഹളമോ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബന്ധുക്കളെ കൂട്ടുകാരെ വിളിച്ച് പറയാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നാൽ പിന്നെ മെസ്സേജ് പോലും കിട്ടത്തില്ല. ആരെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഇടും. അപ്പൊ അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അലർട്ട് പോലെയൊക്കെ ഇടും. അപ്പൊ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാതിരിക്കുക, ചാർജ് ചെയ്ത് വെക്കുക, ഇലക്ട്രിസിറ്റി സംവിധാനം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇങ്ങനെ വീടിൽ രാത്രി ഉറങ്ങുമ്പോഴുള്ള പിന്നെ സ്പെഷ്യാലിറ്റികൾ നോക്കുക. പിന്നെ ഉരുൾപൊട്ടൽ വരുന്നതായാലും വെള്ളപ്പൊക്കമായാലും അതിശക്തമായ ശബ്ദം ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു മുന്നോടിയായി. അപ്പൊ ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഇറങ്ങി വീട്ടിന്റെ ചുറ്റും നോക്കുകയും അതെന്താണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം ആളുകൾ. കാരണം നല്ല ശബ്ദത്തോടു കൂടിയായിരിക്കും, ശബ്ദമായിരിക്കും ആദ്യം വരുന്നത്, പിന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ അത്തരത്തിലേക്കുള്ള കുറെ തയ്യാറെടുപ്പുകൾ കൃത്യമായി ആളുകൾ ചെയ്യണം. പിന്നെ ചാനലുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു വിടണം. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് അവിടെ കെട്ടി നിൽക്കാതെ നോക്കണം. തോടുകളും അതുപോലെ നദിയുടെ അടുത്ത് താമസിക്കുന്നവർ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ തോട്ടിൽ കിടക്കണമെങ്കിൽ അത് വാരിക്കളയണം. അങ്ങനെ വരുന്ന വെള്ളത്തെയും പ്രളയത്തെയും പിടിക്കാനും കുറെ സുരക്ഷിതമായി ഇരിക്കാനുമൊക്കെയുള്ള പ്രിക്കോഷൻസ് ചെറുതും വലുതുമായത് ആളുകൾ ചെയ്യേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ. സാർ, അപ്പോ ഈ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. ഇപ്പൊ KCB സംബന്ധിച്ചാണെങ്കിൽ വൈദ്യുതി മന്ത്രി പറയുന്നു 25 കോടി രൂപയുടെ നാശനഷ്ടം KCBക്ക് ആകെ ഉണ്ടായിരിക്കുന്നു. പലയിടത്തും വൈദ്യുതി തൂണുകളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചു. ആദ്യം സംഭവിക്കുന്നത് വൈദ്യുതിയാണ്. ടെലിഫോൺ കണക്ഷൻ പോകും, വൈദ്യുതി കണക്ഷൻ പോകും, മൊബൈൽ കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷൻ പോകും, റോഡ് ഇല്ലാതാവും. ഈ 4 ആദ്യം സംഭവിക്കുന്നത്. ശരി സാർ, അപ്പോ ജനങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ജനങ്ങൾ ഒന്ന്, ഇതൊരു ആപത്ത് കാലമാണ്, മഴ കൂടുതൽ വരുന്നുണ്ട്, മഴ തുടർച്ചയായി വരിക. ഏതെങ്കിലും പ്രദേശത്ത് ഇപ്പൊ ജില്ലക്കകത്ത് തന്റെ വീടിരിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ, പകലാവട്ടെ രാത്രിയാവട്ടെ തുടർച്ചയായി നല്ല മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ബന്ധുമിത്രാദികളുടെ വീട്ടിൽ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം അവർ എടുക്കുകയും വേണം, കൃത്യമായി എടുക്കണം. ശരി സാർ, വളരെ നന്ദി ഈ അവസരത്തിൽ. ഓക്കെ, താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.